ഓൾ, എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ SCRT പാഠപുസ്തകങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോരോ ടോപ്പിക്കുകളായിട്ട് പഠിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയും ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ റഷ്യൻ വിപ്ലവം നമ്മുടെ 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററിനകത്ത് പുതിയ രാഷ്ട്രങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ അതിനകത്ത് പലതരം വിപ്ലവങ്ങളെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തു വരുന്നുണ്ട്, പല ലോക വിപ്ലവങ്ങളെ കുറിച്ചിട്ട്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. ആ ഒരു പാഠഭാഗം ആരംഭിക്കുന്നത് ഈ ഒരു കോട്ട് അല്ലെങ്കിൽ ഈ ഒരു വീക്ഷണം കാണിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങളുടെ കാലത്ത് എല്ലാ സൂത്രങ്ങളും നേട്ടങ്ങളും നവീന സംസ്കാരത്തിൻ്റെ പുരോഗതിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കാർ കൊള്ള ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവർ പട്ടിണി കിടക്കുന്നതും വാത്തിൻ്റെ കാൽ ഭക്ഷിക്കുന്നതും റൊട്ടിക്ക് പകരം ചെളിക്കട്ടകൾ ഭക്ഷിക്കുന്നതും അജീർണം ബാധിച്ച് പ്രാണവേദന കൊണ്ട് മരിക്കുന്നതും. അതേസമയം നിക്കോളാസ് രണ്ടാമൻ്റെ നേതൃത്വത്തിൽ റഷ്യൻ ഭൂപ്രഭുക്കളും മുതലാളിമാരും ഒന്നടങ്കം സമ്പത്തിൽ ആറാടുകയാണ് എന്നുള്ളതാണ് ലെനിൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു റഷ്യയുടെ അന്നത്തെ സാമൂഹിക ഘടനയെക്കുറിച്ചിട്ടുള്ള ഒരു വീക്ഷണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഒട്ടുമിക്ക വിപ്ലവങ്ങളും ആരംഭിക്കുന്നത് ജനങ്ങൾക്ക് അവരുടെ പൗരാവകാശങ്ങൾ ലഭ്യമാകാതിരിക്കുമ്പോഴാണ് തുടങ്ങുന്നത്. ഒന്നില്ലെങ്കിൽ ആഹാരം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുമ്പോൾ, സമൂഹത്തിലൊരു അസമത്വം ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓരോ രാജ്യങ്ങളിലും ഓരോ തരത്തിലുള്ള വിപ്ലവങ്ങൾ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ ആണെങ്കിലും എന്ത് തന്നെയായിരുന്നു? ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു തട്ടുതട്ടായിട്ടുള്ള വേർതിരിവിനെ, അസമത്വത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതായിരുന്നു ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഇതുതന്നെയാണ് റഷ്യൻ വിപ്ലവത്തിലും ഏറെക്കുറെ സംഭവിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തിനകത്ത് എന്ത് തന്നെയാണ്? കർഷകരെ അല്ലെങ്കിൽ തൊഴിലാളികളെ അവർക്ക് ആവശ്യമുള്ള ആഹാരമോ ജീവിത സാഹചര്യമോ ലഭ്യമാക്കി കൊടുക്കാനുള്ള സംവിധാനമില്ലാതെ രാജാവും പ്രഭുക്കന്മാരും അവരെ ദ്രോഹിച്ചപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ ഒന്നുചേരുന്നതും റഷ്യൻ വിപ്ലവം എന്ന് പറയുന്ന ഒരു വിപ്ലവത്തിലേക്ക് അവർ പോകുന്നതും. അപ്പോൾ ആദ്യകാലത്ത് ഈ വിപ്ലവം ഉടലെടുക്കുന്ന സമയത്ത് എന്തായിരുന്നു റഷ്യയുടെ ആ ഒരു സാമൂഹിക ഘടന എന്ന് പറയുന്നത്? റഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാണ് സാർ രാജാക്കന്മാർ. സാറിസ്റ്റ് റൂളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സാർ രാജാക്കന്മാർ നമ്മൾ നേരത്തെ കണ്ട ആ ലെനിൻ്റെ വീക്ഷണം പോലെ തന്നെയും എന്തായിരുന്നു? അവർ ഭയങ്കരമായിട്ടുള്ള സമ്പത്തിൽ ആറാടുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികൾ അവർക്ക് ഒരു നേരത്തെ ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. അതുമാത്രമല്ല, തൊഴിലാളികൾക്ക് അധികമായിട്ട് ജോലി ചെയ്യേണ്ടി വരിക, ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി വരിക, അവർക്ക് ആവശ്യത്തിനുള്ള അവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പോലും ഇല്ലാതെ ഇരിക്കുക, ഇങ്ങനെയുള്ള കുറേ കഷ്ടപ്പാടിലായിരുന്നു അവിടുത്തെ തൊഴിലാളികൾ ജീവിച്ചിരുന്നത്. അപ്പോൾ റഷ്യയിലെ സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ സാർ രാജാക്കന്മാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇവർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും ആരെയും നാടുകടത്താനും ചക്രവർത്തിക്ക് അനിയന്ത്രിതമായിട്ടുള്ള ഒരു അധികാരമുണ്ട് എന്ന വ്യവസ്ഥയിലായിരുന്നു അവിടെ എന്ത് ചെയ്തിരുന്നത്? ഭരണം നടത്തി പോന്നിരുന്നത്. അപ്പം എന്തായിരുന്നു? റഷ്യയിലെ സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? സാർ രാജാക്കന്മാർ എന്ന് ആലോചിക്കണം. റഷ്യ ഭരിച്ചിരുന്ന രാജവംശമാണ് സാർ രാജാക്കന്മാർ. ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മോശമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങൾ, അതുകൂടാതെ റഷ്യ അന്ന് അനുഭവിച്ചിരുന്ന സാമ്പത്തിക മാന്ദ്യം, ജപ്പാനുമായിട്ടുള്ള യുദ്ധം, ഇവയൊക്കെ തന്നെ ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപതികളായിട്ടുള്ള അവരുടെ ഒരു ഭരണം കാരണം തന്നെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള അസമത്വം നിലനിന്നിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു സാമ്പത്തിക മാന്ദ്യം, വിളവിലുണ്ടാവുന്ന ആ ഒരു മോശം കാരണം അവിടുത്തെ ജനങ്ങൾ കൂടുതൽ പട്ടിണിയിലേക്കും കഷ്ടപ്പാടിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ഈ സാർ രാജാക്കന്മാരുടെ കീഴിലുള്ള റഷ്യ രാജ്യം ജപ്പാനുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ ഫ്രഞ്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ
ഫ്രഞ്ച് ജനതയെ പോലെ തന്നെ ഒരു യുദ്ധത്തിലേക്കൊരു രാജ്യം പോകുന്ന സമയത്ത് അവർ ജയിച്ചാലും തോറ്റാലും അവിടെയുള്ള ജനങ്ങൾക്ക് എന്തുണ്ടാവും? ഭയങ്കരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഈ യുദ്ധം മൂലം ആ ജനത നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഓൾറെഡി ഇവർ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ഈ ജനങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ രാജ്യം ഒരു യുദ്ധത്തിലേക്കും കൂടെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ജനത കൂടുതലായിട്ട് അതൃപ്തരായിട്ട് മാറും അല്ലേ? അപ്പോൾ അതാണ് റഷ്യയിലും സംഭവിച്ചത്. ഈ സമയത്താണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ദാരുണമായിട്ടുള്ള ഒരു സംഭവം റഷ്യയിൽ അരങ്ങേറുന്നത്. ഇത് നടന്നത് 1905 ജനുവരി 22-നായിരുന്നു. 1905-നാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അരങ്ങേറുന്നത്. അപ്പം എന്താണ് ആ ഒരു സമയത്ത് സംഭവിച്ചിട്ടുള്ളത്? ഫാദർ ഗപ്പൂണിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മാർച്ചിൽ സൈന്യം വെടിവെപ്പ് നടത്തുകയാണ്. അങ്ങനെ 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഈ സാമൂഹികമായിട്ടുള്ളൊരു അരക്ഷിതാവസ്ഥയും അവർക്ക് ആഹാരം ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ രാജാവിനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കുറേയധികം ജനങ്ങൾ ഒന്നിച്ചു ചേരുകയും അവരൊരു മാർച്ച് നടത്തുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു മാർച്ച് നടത്തുന്ന സമയത്ത് ഫാദർ ഗപ്പോൺ ആയിരുന്നു അവരുടെ ആ ഒരു എന്താ പറയുക സംഘടനയുടെ ഒരു നേതൃസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവരൊരു മാർച്ച് നടത്തുക. വളരെ സമാധാനപരമായിട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു മാർച്ചായിരുന്നു അത്. പക്ഷെ അതിൻ്റെ നേരെ എന്ത് ചെയ്യാണ്? വെടിയുതിർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സൈന്യം വെടിവെപ്പ് നടത്തുകയും 100 കണക്കിന് തൊഴിലാളികൾ, ഈ മാർച്ച് നടത്തിയിട്ടുള്ള തൊഴിലാളികളൊക്കെ തന്നെയും കൊല്ലപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സംഭവത്തെയാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ തീർച്ചയായിട്ടും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും കൂടാതെ അവർ വെടിയുതിർത്തു, 100ഓളം ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഓൾറെഡി അതൃപ്തരായിട്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ രാജാവിനെതിരെയും ആ ഒരു ഭരണകൂടത്തിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അപ്പം ഈ ഒരു ജനരോഷം എങ്ങനെയെങ്കിലും ഒന്ന് അടക്കണം, ഒന്ന് സമാധാനിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പേരിൽ രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? ഡ്യൂമ എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ജനരോഷത്തെ തുടർന്ന് ഡ്യൂമ എന്ന പാർലമെൻറ്റ് രൂപീകരിക്കാൻ ചക്രവർത്തി സമ്മതിച്ചു. പക്ഷേ എന്തായിരുന്നു, ഈ ഒരു പാർലമെൻറ്റ് സ്ഥാപിച്ചെങ്കിൽ പോലും ആ പാർലമെൻറ്റ് എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാനോ അല്ലെങ്കിൽ പാർലമെൻറ്റ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും ഓവർ റൈഡ് ചെയ്യാനോ ഉള്ള കപ്പാസിറ്റിയും അധികാരവും രാജാവിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു എന്നുള്ളതാണ് ഡ്യൂമയുടെ ഒരു സംഭവം. അപ്പോൾ ഈ ഡ്യൂമ എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, ആലോചിച്ച് വെച്ചേക്കുക. ഡ്യൂമ എന്ന് പറയുന്നത് എന്താണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. റഷ്യയിലെ സാർ രാജാവ് രൂപീകരിച്ച പാർലമെൻറ്റാണ് ഡ്യൂമ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പാർലമെൻ്റ് ഒക്കെ രൂപീകരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് രാജാവ് എന്താണ് ചെയ്യുന്നത്? ഈ ഒരു പാർലമെൻറ്റിൻ്റെ അധികാരത്തെയും അവരുടെ ആ ഒരു തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ രാജാവ് പതുക്കെ പതുക്കെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടുത്തെ സാർ രാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അവിടുത്തെ തൊഴിലാളികളും അതേപോലെ തന്നെ കർഷകരും ഒക്കെ തന്നെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടുത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത്? തൊഴിലാളികൾ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കുറഞ്ഞ വേതനം, അതുപോലെ മോശമായിട്ടുള്ള ജീവിത സാഹചര്യം, ആഹാരമോ ആരോഗ്യ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത മോശം ജീവിത സാഹചര്യം, പിന്നെന്താ വർദ്ധിച്ച തൊഴിൽ സമയം, ഒരുപാട് സമയം ജോലി ചെയ്യണം എന്നുള്ളൊരിത്, അതേപോലെ തന്നെ വിദേശ മുതലാളിമാരുടെ ആധിപത്യം, ഇതൊക്കെ കൊണ്ട് റഷ്യയിലെ തൊഴിലാളികൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. റഷ്യൻ സമൂഹത്തിൽ അന്ന് പ്രധാനമായിട്ടും 2 വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് സാധാരണക്കാരും പിന്നൊന്ന് സമ്പന്ന വിഭാഗവും. ഈ സാധാരണക്കാരിൽ തൊഴിലാളികൾ, കർഷകർ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഉൾപ്പെട്ടിരുന്നു. സമ്പന്ന വിഭാഗത്തിനകത്ത് ഭരണാധികാരികളും പ്രഭുക്കന്മാരുമായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. തീർച്ചയായിട്ടും ഈ സമ്പന്ന വിഭാഗത്തിലുള്ള ആളുകൾ ഈ താഴ്ന്ന കിടയിലുള്ള അല്ലെങ്കിൽ സാധാരണക്കാരെ വളരെയധികം അവജ്ഞയോടെ ആയിരുന്നു കണ്ടിരുന്നത്. അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ പോലും അവിടെ നിറവേറ്റപ്പെട്ടിരുന്നില്ല. ഭരണാധികാരികളും പ്രഭുക്കന്മാരും സാധാരണക്കാരെ വളരെയധികം അവജ്ഞയോടെയാണ് കണ്ടിരുന്നത്. അപ്പം അന്നത്തെ തൊഴിലാളികൾ നേരിട്ട കുറഞ്ഞ വേതനം, മോശം ജീവിത സാഹചര്യം, വർദ്ധിച്ച തൊഴിൽ സമയം, വ്യവസായങ്ങളിൽ നിന്നുള്ള അതായത് വിദേശ മുതലാളിമാരുടെ ആ ഒരു കടന്നുവരവ്, ഇതൊക്കെ കൊണ്ട് തൊഴിലാളികൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ കർഷകർ അനുഭവിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും അവർ വളരെയധികം അടിച്ചമർത്തപ്പെട്ടിരുന്നു. അതായത് കർഷകർ അവിടെ കൃഷി ചെയ്യുന്ന ലാൻഡ് ഒന്നും തന്നെ അവർ ഓൺ ചെയ്യുന്ന ലാൻഡുകളായിരുന്നില്ല. പ്രഭുക്കന്മാരുടെയോ ജന്മിമാരുടെയോ ഒക്കെ കയ്യിലിരിക്കുന്ന ലാൻഡുകളാണ്. പ്രധാനപ്പെട്ട സമ്പന്ന വിഭാഗത്തിൻ്റെ കയ്യിലാണ് ലാൻഡ് ഇരിക്കുന്നത്. അവരവിടെ കൃഷി ചെയ്യുകയുമാണ് ചെയ്യുന്നത്.
വളരെ ചുരുക്കം കർഷകരുടെ കയ്യിൽ മാത്രമേ അവർക്ക് സ്വന്തമായിട്ടുള്ള ചെറിയ ഭൂമികൾ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഭൂരിഭാഗം കൃഷിഭൂമിയും പ്രഭുക്കന്മാരുടെ കൈവശമായിരുന്നു. ചെറിയൊരു വിഭാഗം കർഷകർക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അവർ സാമൂഹികമായിട്ടും സാമ്പത്തികപരമായിട്ടും വളരെയധികം അടിച്ചമർത്തൽ നേരിട്ടിരുന്നു. അങ്ങനെ കർഷകർക്ക് നൽകേണ്ടി വന്നിട്ടുള്ള നികുതി വളരെയധികം കൂടുതലായിരുന്നു. സ്വന്തമായിട്ടുള്ള ഭൂമിയിലല്ല അവർ ജോലി ചെയ്യുന്നത്, വലിയ രീതിയിലുള്ള നികുതി അവർ കൊടുക്കുകയും ചെയ്യണം. എന്നാൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള ആഹാരമോ ജീവിത സാഹചര്യമോ ഒന്നും കിട്ടാനുള്ള സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല. ചൂഷണങ്ങൾക്കെതിരെ അവർ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കുകയും രാഷ്ട്രീയ ബോധം അവർക്കിടയിൽ വളരുകയും ചെയ്യുന്നിടത്താണ് റഷ്യൻ റവല്യൂഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്ന തൊഴിലാളികളും കർഷകരും അവർക്കിടയിൽ തന്നെ ട്രേഡ് യൂണിയനുകൾ നിർമ്മിക്കുകയാണ്, തൊഴിലാളികളുടെ സംഘടനകൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാരും ആ ഓരോ പാർട്ടികളുടെ പ്രത്യയശാസ്ത്രങ്ങളുമൊക്കെ ഈ പറയുന്ന തൊഴിലാളികൾക്ക് വിപ്ലവത്തിലേക്ക് പോകാനുള്ള പ്രചോദനം നൽകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആരംഭിക്കുകയാണ് റഷ്യയിൽ. ബോൾഷെവിക്കുകൾ, മെൻഷെവിക്കുകൾ എന്നിങ്ങനെ രണ്ട് വിഭാഗമായിട്ട് പിന്നീട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിരിയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് റഷ്യയിൽ ആരംഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്. ഈ പാർട്ടി പിന്നീട് ബോൾഷെവിക്സ് അതുപോലെ മെൻഷെവിക്സ് എന്നിങ്ങനെ രണ്ട് വിഭാഗമായിട്ട് പിരിയുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ആ സമയത്താണ് കാൾ മാക്സിന്റെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് റഷ്യയിലെ കൂടുതൽ പ്രചാരം ലഭ്യമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രത്യയശാസ്ത്രത്തെ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിപ്ലവത്തിലേക്ക് പോകാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ കാൾ മാക്സും അതേപോലെ തന്നെ ഫ്രെഡറിക് ഏംഗൽസും മുന്നോട്ട് വെച്ച അവരുടെ ആശയങ്ങൾ വിപ്ലവത്തിന് വഴികാട്ടിയായി. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്ന് ഇവർ വാദിച്ചു. അതായത് ഒരു ഉൽപാദനം നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം വേണ്ടത് മുതലാളിയല്ല, പകരം എന്താണ്? തൊഴിലാളികളാണ് വേണ്ടത്. ഒരു ഉൽപാദനം നമ്മൾ നടത്തുകയാണെങ്കിൽ, ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? തൊഴിലാളികളാണ് എന്ന് കാൾ മാക്സിൻ്റെയും അതേപോലെ തന്നെ ഫ്രെഡറിക് ഏംഗൽസിൻ്റെയും ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ സമയത്ത് വിപ്ലവത്തിലേക്ക് ജനതയെ നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറേയധികം സാഹിത്യ സ്വാധീനങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു സാഹിത്യ സ്വാധീനങ്ങൾ എന്ന് പറയുന്നത്? ലിയോ ടോൾസ്റ്റോയി, അതേപോലെ തുർഗനേവ്, മാക്സിം ഗോർക്കി എന്നിവരുടെ രചനകൾ ജനങ്ങളുടെ ദുരവസ്ഥകൾ ചിത്രീകരിച്ചു. അപ്പോൾ അന്നത്തെ ആ ഒരു കഷ്ടപ്പാട് നിറഞ്ഞിട്ടുള്ള റഷ്യയിൽ അരങ്ങേറുന്നതായിട്ട് അവർ രചിക്കപ്പെട്ടിട്ടുള്ള കുറേയധികം കഥകളും അല്ലെങ്കിൽ അന്ന് രചിക്കപ്പെട്ടിട്ടുള്ള കുറേയധികം രചനകളും അന്നത്തെ റഷ്യയുടെ മുഖം ഇതാണ് എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളിൽ വലിയൊരു വിപ്ലവത്തിലേക്ക് പോകാനുള്ള ഒരു സ്വാധീനമായിട്ട് മാറുന്നുണ്ട് സാഹിത്യ രചനകൾ. ഇവരുടെ രചനകൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അപ്പോൾ ഇതുവരെയും ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊക്കെ തൊഴിലാളികളും ഇണ്ടാതെ അനുഭവിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും അത് തിരിച്ചറിയപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാഹിത്യ രചനകളിലൂടെ റഷ്യയുടെ മുഖം ഇങ്ങനെയാണ്, ഇവിടെ സാധാരണക്കാർ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളൊരു ആംഗിൾ എന്ത് ചെയ്യാണ്? എല്ലാവരിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റഷ്യൻ റവല്യൂഷനിലെ വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഫെബ്രുവരി റവല്യൂഷൻ അല്ലെങ്കിൽ ഫെബ്രുവരി വിപ്ലവത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ റഷ്യയെ വിപ്ലവത്തിലേക്ക് നയിക്കാനായിട്ട് കാരണമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. അത് 1914 ആരംഭിക്കുന്ന ഒന്നാം ലോക മഹായുദ്ധമാണ്. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പങ്കെടുക്കുന്നതോടുകൂടി ഓൾറെഡി ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ജനത വീണ്ടും യുദ്ധം മൂലമുള്ള കെടുതികളും അതേപോലെ തന്നെ ആഹാരത്തിൻ്റെയൊക്കെ ദൗർലഭ്യവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നേരിടുന്നുണ്ട്. അപ്പം ഇതുമൂലം ആളുകൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ഈ ഒരു വിപ്ലവത്തിലേക്ക് ജനങ്ങൾ കടക്കുകയാണ്. അങ്ങനെ ഫെബ്രുവരി റവല്യൂഷൻ റഷ്യയിൽ ആരംഭിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പങ്കെടുക്കുന്നതോടുകൂടി അവർക്ക് അവിടെ നേരിട്ടിട്ടുള്ള ചെറിയ ചെറിയ കുറേയധികം സെറ്റ് ബാക്കുകളുണ്ട് അല്ലേ? അങ്ങനെ ഉണ്ടാവുന്ന കുറേയധികം പരാജയങ്ങളും അതുപോലെ തന്നെ ഭക്ഷണക്ഷാമവും ഒക്കെ തന്നെ റഷ്യയിലെ ജനതയിൽ പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമാക്കുന്നുണ്ട്. അങ്ങനെ 1917 മാർച്ച് 8
പെട്രോഗാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ത്രീ തൊഴിലാളികൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒരു പണിമുടക്ക് മാർച്ചും നടത്തുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ്? 1917 മാർച്ച് 8 പെട്രോഗാഡിൽ സ്ത്രീ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് മാർച്ചും നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഈ ഒരു സൈന്യം തൊഴിലാളികൾക്കൊപ്പം ചേരുകയാണ് ചെയ്യുന്നത്. സൈന്യത്തെ അയക്കുന്നുണ്ട് ഈ ഒരു പണിമുടക്കിനെയും അതേപോലെ ഈ ഒരു മാർച്ചിനെയും ഒക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സ്വേച്ഛാധിപതികളായിട്ടുള്ള രാജാവിൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സൈന്യത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ചെയ്യുന്നതിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സൈന്യത്തിലുള്ള കുറേ അധികം ആളുകൾ ഈ മാർച്ച് നടത്തിയിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1917 മാർച്ച് 15 സാർ നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന അന്ന് റഷ്യ ഭരിച്ചിരുന്ന രാജാവ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിപ്ലവം നടത്തിയിരുന്ന ആളുകളുടെ കയ്യിലേക്ക്, തൊഴിലാളികളുടെ കയ്യിലേക്ക് ഭരണം എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കുകയും അങ്ങനെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഒരു എന്താ പറയുക ഭരണ സംവിധാനം നിലവിൽ വരികയുമാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് സത്യത്തിൽ നടന്നിട്ടുള്ളത് മാർച്ചിലാണ്. അപ്പോൾ അന്താരാഷ്ട്ര കലണ്ടറിൽ, അതായത് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഈ പറയുന്ന ഗ്രിഗേറിയൻ കലണ്ടറിൽ എന്താണ്, ആ ഒരു കലണ്ടറിനെ കാട്ടിലും റഷ്യ ഫോളോ ചെയ്തിരുന്ന കലണ്ടർ വ്യത്യാസമുണ്ടായിരുന്നു. അതായത് അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ 13 ദിവസം പിന്നിലായിരുന്നു റഷ്യ ഫോളോ ചെയ്തിരുന്ന കലണ്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും മാർച്ചിൽ, അതായത് നമ്മൾ നോക്കുന്ന കലണ്ടറിൽ മാർച്ചിൽ നടന്നിട്ടുള്ള ഈ വിപ്ലവം റഷ്യൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരിയിലാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഫെബ്രുവരി റവല്യൂഷൻ നടക്കുകയും അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ചില നയങ്ങളൊക്കെ തൊഴിലാളികൾക്ക് പിന്നീടും എന്ത് ചെയ്യുന്നുണ്ട്, അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഈ പറയുന്ന അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് മാറുകയും മറ്റൊരു ഗവൺമെന്റ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നിലവിൽ വരികയും ചെയ്യുന്ന ഒരു അടുത്ത വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു 8-9 മാസങ്ങളുടെ വ്യത്യാസത്തിനിടയിൽ റഷ്യ അടുത്ത വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ 1917 ഒക്ടോബർ വിപ്ലവവും നടക്കുന്നത്. താൽക്കാലിക ഗവൺമെന്റ് മുതലാളിമാരുടേതാണെന്നും അത് ജനങ്ങൾക്ക് ഗുണകരമല്ലെന്നും ലെനിൻ വാദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലെനിൻ ആ സമയത്ത് ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമി കർഷകർക്ക്, സമാധാനം എല്ലാവർക്കും, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, അധികാരം സോവിയറ്റുകൾക്ക് എന്നായിരുന്നു ലെനിൻ്റെ അന്നത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അങ്ങനെ റെഡ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗം, അതായത് ബോൾഷെവിക്കുകളുടെ സൈനിക വിഭാഗമായിരുന്നു റെഡ് ഗാർഡ് എന്ന് അറിയപ്പെടുന്നത്. ഈ റെഡ് ഗാർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒക്ടോബർ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള റഷ്യയിലെ കേന്ദ്രങ്ങളൊക്കെ തന്നെ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പുറത്താവുകയും ലെനിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി റിപ്പബ്ലിക് എന്താണ് നിലവിൽ വരികയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ലെനിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന തൊഴിലാളി സംഘടനകൾ ചേർന്നുകൊണ്ട് റഷ്യയുടെ ഭരണം പിടിച്ചെടുക്കുന്നതാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ലെനിനെ കുറിച്ച് അല്ലെങ്കിൽ വ്ളാദിമിർ ലെനിനെ കുറിച്ച് നമുക്ക് നോക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 1870 ജനിച്ച് 1924 ലെനിൻ അന്തരിക്കുന്നത്. ബോൾഷെവിക്കുകളുടെ പ്രധാന നേതാവായിരുന്നു ലെനിൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബോൾഷെവിക്സ് മെൻഷെവിക്സ് എന്നിങ്ങനെ രണ്ടായിട്ട് ആ ഒരു പാർട്ടി പിരിയുകയുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ബോൾഷെവിക്കുകളുടെ നേതാവായിരുന്നു ലെനിൻ. സോവിയറ്റ് യൂണിയനിൽ തൊഴിലാളി വർഗ വിപ്ലവം അനിവാര്യമാക്കി തീർത്തു. ഓക്കെ, സോവിയറ്റ് യൂണിയനിൽ തൊഴിലാളി വർഗം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഇവിടെ ഒരു വിപ്ലവം ആവശ്യമുണ്ട് എന്നുള്ള അവബോധം നൽകാൻ കാരണമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ലെനിൻ. അങ്ങനെ സാമൂഹിക വ്യവസ്ഥയിൽ മൗലികമായിട്ടുള്ള ഒരു മാറ്റം വരുത്താൻ രഹസ്യ സംഘടനകളെക്കാൾ തൊഴിലാളികളുടെ സംഘാടനമാണ് വേണ്ടത് എന്ന് ലെനിൻ വിശ്വസിച്ചു പോന്നിരുന്നു. അങ്ങനെ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും വിപ്ലവം അനിവാര്യമാക്കി. ഒക്ടോബർ വിപ്ലവത്തിനും തുടർന്ന് റഷ്യ കണ്ടിട്ടുള്ള ആ ഒരു വലിയ രീതിയിലുള്ള വിപ്ലവകരമായിട്ടുള്ള ഭരണകൂടത്തിനും നേതൃത്വം നൽകുന്നത് ആരാണ്? ലെനിനാണ്. അപ്പോൾ ലെനിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ലെനിൻ്റെ ആ ഒരു സമയത്തേത്? ഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും, അധികാരം
തൊഴിലാളി കൗൺസിലുകൾക്ക്, അതായത് സോവിയറ്റുകൾക്ക് എന്നുള്ളൊരു മുദ്രാവാക്യം ആര് മുഴക്കി? ലെനിൻ മുഴക്കി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അന്ന് ഈ പറയുന്ന റഷ്യ ഈ സോവിയറ്റുകളുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ചുറ്റുമുണ്ടായിരുന്ന പല രാജ്യങ്ങളെയും ഒക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ലോകം കണ്ടിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ ശക്തിയായിട്ടുള്ള USSR എന്ന് പറയുന്ന വലിയൊരു ഭരണകൂടം, വലിയൊരു രാജ്യം നിലവിൽ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ യുണൈറ്റഡ് റഷ്യ, USSR നിലവിൽ വന്നു. പിന്നീട് ഈ ഒരു USSR ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ശിഥിലമായി പോവുകയും ഇപ്പം റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് നിലവിലുള്ളത്. എങ്കിലും കുറേ കാലം ഈ പറയുന്ന ശീതയുദ്ധത്തിലേക്കൊക്കെ നയിക്കാൻ കാരണമായിട്ടുള്ള വലിയൊരു രാഷ്ട്രശക്തിയായിട്ടുള്ള USSR രൂപീകരിക്കപ്പെടാൻ കാരണമായത് ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഭരണ കാലഘട്ടമാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അന്ന് ലെനിൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമുകൾ എന്ന് പറയുന്നത്? ഒന്ന്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അന്ന് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു രാജ്യമായിരുന്നു റഷ്യ. അപ്പോൾ ഈ വിപ്ലവം നടക്കുകയും തൊഴിലാളികളുടെ കയ്യിൽ രാജ്യം വന്നതോടും കൂടി എന്ത് ചെയ്യാണ്? ഇവിടുത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റിയിട്ട് മതി നമ്മൾ പുറത്തു പോയി യുദ്ധം ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ലെനിൻ എന്ത് ചെയ്യാണ്? യുദ്ധത്തിൽ നിന്ന് രാഷ്ട്രത്തെ പിന്മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്വകാര്യ ഭൂമി കണ്ടുകെട്ടി അത് കർഷകർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫാക്ടറികളുടെ നിയന്ത്രണം തൊഴിലാളി കമ്മിറ്റികൾക്ക് അല്ലെങ്കിൽ സോവിയറ്റുകൾക്ക് നൽകുകയുണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ ഈ അതൃപ്തരായിട്ടുള്ള തൊഴിലാളികൾ ഫാക്ടറികളിലൊക്കെ തന്നെയും ട്രേഡ് യൂണിയനുകൾ ആരംഭിക്കുന്നുണ്ട്. ഈ യൂണിയനുകൾക്ക്, തൊഴിലാളികളുടെ ആ ഒരു സംഘടനകൾക്ക് ഫാക്ടറിയുടെ നിയന്ത്രണം നൽകുകയാണ് ചെയ്യുന്നത്. പ്രധാന സാമ്പത്തിക മേഖലകളൊക്കെ തന്നെയും ദേശസാൽക്കരിച്ചു. അതായത് പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകൾ രാഷ്ട്രത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു? സ്റ്റേറ്റിൻ്റെ ആക്കി, രാജ്യത്തിൻ്റേതാക്കി. സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുണ്ടായിരുന്ന പല കാര്യങ്ങളും എടുത്തുകൊണ്ട് രാജ്യമാണത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ദേശസാൽക്കരിക്കാനായിട്ട് സാധിച്ചു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രൂപീകരിച്ചു. അതാണ് നമ്മൾ പറഞ്ഞ USSR എന്ന് പറയുന്നത്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്, USSR എന്ന് പറയുന്ന വലിയൊരു രാജ്യമായിട്ട് റഷ്യ നിലവിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ആ ഒരു വേൾഡിൻ്റെ ആ ഒരു മാപ്പ് നമ്മളിങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഇന്ത്യ, അല്ലേ? ഈ ഒരു പ്രദേശം മൊത്തം വന്ന് USSRൻ്റെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇത്രയധികം മേഖല ഉൾക്കൊള്ളുന്ന വലിയൊരു മേഖലയായിരുന്നു USSR എന്ന് പറയുന്നത്. ഇത് രൂപീകരിക്കപ്പെടാൻ കാരണമായത് ലെനിനും ലെനിൻ്റെ ഭരണ പരിഷ്കാരങ്ങളുമാണ്. അപ്പോൾ ലെനിൻ എന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ സാമ്പത്തിക നയം, ന്യൂ എക്കണോമിക് പോളിസി എന്തായിരുന്നു? NEP എന്ന് പറയുന്നത് 1921 ലെനിൻ ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസി രാജ്യത്ത് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യത്തിൽ രാജ്യത്തെ പകുതിയോളം ജനത ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇവിടുത്തെ ആ ഒരു സാമ്പത്തിക രീതികളൊക്കെ ഒന്ന് വീണ്ടും അച്ചടക്കത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറേയധികം കാര്യങ്ങൾ അവിടുത്തെ ഏതൊരു ഭരണകൂടമാണെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത വരും, അല്ലേ? അങ്ങനെ 1921 ഒരു പുതിയ എക്കണോമിക് പോളിസി ആരംഭിക്കുകയാണ്. സ്വകാര്യ വാണിജ്യം, കൃഷി എന്നിവയ്ക്ക് ഭാഗികമായിട്ടുള്ള അനുമതി നൽകുകയാണ്. കുറേയധികം കാര്യങ്ങൾ ദേശസാൽക്കരിച്ചു. ഭാഗികമായിട്ട് കുറച്ച് സ്വകാര്യ വാണിജ്യങ്ങളും അതുപോലെ തന്നെ കൃഷിയും നിലനിർത്തുന്നുണ്ട്. പിന്നെ വൻകിട വ്യവസായങ്ങളെ ഗവൺമെന്റ് നിയന്ത്രണത്തിലേക്ക് നിലനിർത്തി. വലിയ വലിയ വ്യവസായങ്ങളൊക്കെ രാജ്യത്തിൻ്റെതായി. അപ്പോൾ നമുക്കറിയാം, രാജ്യം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന എന്തൊരു ബിസിനസ് ആണെങ്കിലും അത് ജനങ്ങളുടെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ടും പ്രവർത്തിക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റി. പിന്നെന്താ, സഹകരണ മേഖലയെ പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റും അതേപോലെ പ്രൈവറ്റ് പാർട്ടീസും ഉൾക്കൊണ്ടുവരുന്ന സഹകരണ മേഖലകൾ, കോപ്പറേറ്റീവ് ഫീൽഡുകളൊക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ചു. ഇത് സോവിയറ്റ് യൂണിയനെ വലിയൊരു ശക്തിയായിട്ട്, ഒരു വൻ ശക്തിയായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1921 തുടങ്ങി ഏകദേശം 1928 വരെയും ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസി USSRൽ നിലനിന്ന് വന്നിരുന്നു. ഇതോടൊപ്പം നമുക്ക് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഏപ്രിൽ തീസിസ് എന്നുള്ളത്. ബോൾഷെവിക് പാർട്ടിയുടെയും സോവിയറ്റുകളുടെയും സംയുക്ത യോഗത്തിൽ ലെനിൻ അവതരിപ്പിച്ച ഒരു തീസിസ് ആണ് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്. ബൂർഷ്വാ ജനാധിപത്യത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്കുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഏപ്രിൽ തീസിസിനകത്ത് വിവരിക്കുന്നത്. അധികാരം തൊഴിലാളികളുടെയും കർഷകരുടെയും കൈകളിലേക്ക് കൈമാറണമെന്ന് ലെനിൻ ഇതിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭരണരീതിയും പുതിയ എക്കണോമിക് പോളിസിയും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ട് ലെനിൻ എന്ത് ചെയ്യാണ്? റഷ്യയെ ഭരിച്ച ആ ഒരു സംഭവമാണ് നമുക്ക് ഈ പാഠഭാഗത്തിനകത്ത് കൃത്യമായിട്ട്
പഠിക്കാനായിട്ട് ഉള്ളത്. കൂടാതെ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചിട്ടും നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫാക്റ്റുകളെല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് നിന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ചരിത്രത്തിലെ തന്നെ വലിയൊരു സംഭവമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഫാക്റ്റുകളും ഒക്കെ തന്നെയും നമ്മൾ SCERTയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ക്ലാസ് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം പാഠപുസ്തകം വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ നല്ല രീതിയിൽ ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് പോകും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thank you.